എങ്ങോട്ട് നോക്കിയാലും ഗണപതിവട്ട നഗരത്തെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് മാരിയമ്മയുടെ എഴുന്നള്ളത്ത് പോകുന്ന ഒരു കാഴ്ച, അത് പറഞ്ഞാലും പറഞ്ഞാലും മതി വരില്ല സുഹൃത്തുക്കളെ. നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് മാർച്ച് 3 വയനാടിന്റെ ഗണപതിവട്ടത്തിന്റെ മഹോത്സവമാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ താലപ്പൊലി അരങ്ങേറിക്കൊണ്ടിരുന്ന നമ്മുടെ ഗണപതിവട്ടം മാരിയമ്മ ക്ഷേത്രത്തിലെ മഹോത്സവം കൊടിയേറിയിട്ട് ഇന്ന് 7 ദിവസം. വിവിധ കലാപരിപാടികളോടുകൂടി ഈ 7 ദിവസവും ഗംഭീരമായ പരിപാടിയാണ് നടക്കുന്നത്. ടൈംസ് വേൾഡ് ലോക റെക്കോർഡ് 2024 4115 താലം നമ്മുടെ ഈ ഒരു താലപ്പൊലിയിൽ അരങ്ങേറിയിരുന്നു. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ താലപ്പൊലി തന്നെയാണ് നമ്മുടെ മാരിയമ്മ ക്ഷേത്രത്തിലെ താലപ്പൊലി എന്ന് പറയുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരോടൊപ്പം അണിഞ്ഞൊരുങ്ങി വരുന്ന ഈ താലപ്പൊലി, മാരിയമ്മയുടെ ഈ മഹോത്സവം കാണാൻ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ കരക എഴുന്നള്ളത്ത്, കുംഭ എഴുന്നള്ളത്ത്, കനലാട്ടം, കുരിശിയാട്ടം. കനലാട്ടത്തിനുള്ള വിറകുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് മാർച്ച് 3 മാർച്ച് 3 പറഞ്ഞാൽ കുംഭമാസത്തിലെ 3ാമത്തെ ചൊവ്വാഴ്ചയാണ് മാരിയമ്മയുടെ തിരുസന്നിധിയിൽ ഈ മഹോത്സവം നടക്കുന്നത്. അപ്പൊ എല്ലാ വർഷത്തെക്കാളും പൂർവാധികം ഭംഗിയോടുകൂടി നമ്മൾ മാരിയമ്മയുടെ മഹോത്സവം അടിപൊളിയാക്കിക്കൊണ്ട് പോവാണ്. അപ്പൊ അത് കാണാനായിട്ട് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാരിയമ്മയുടെ ആ ഗംഭീരമായ താലപ്പൊലി, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള താലപ്പൊലി കാണാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുക. ചോള പാണ്ഡ്യ രാജഭരണ കാലഘട്ടത്തിലാണ് ഈ മാരിയമ്മ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ മഹാമാരികൾ തീർക്കുന്ന അമ്മയായിട്ടാണ് നമ്മൾ മാരിയമ്മേനെ കണക്കാക്കുന്നത്. ഇവിടെ ഓരോ വർഷവും ഒരു കാർഷിക മഹോത്സവം തന്നെയാണ്. നമുക്കറിയാം, വയനാട്ടിലേക്ക് കുടിയേറ്റം ആരംഭിച്ച കാലം തൊട്ട്, അല്ലെങ്കിൽ ക്ഷേത്രം ആരംഭിച്ച കാലം തൊട്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ മാരിയമ്മയുടെ മുമ്പിൽ അവരുടെ കാർഷിക വിഭവങ്ങളൊക്കെ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ഒരു കാഴ്ച വരെ അത് ഇന്നും നമുക്ക് കാണാം. മഞ്ഞളും കുരുമുളകും അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ച കാണാം. അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അതുപോലെ ആ ക്ഷേത്രത്തിന്റെ ഉത്സവവും ഒക്കെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ടൈം വേൾഡിന്റെ ആ റെക്കോർഡ്. 2024 മാർച്ച് 5 നമ്മുടെ മഹോത്സവത്തിനും 4115 താലാണ് പങ്കെടുത്തിട്ടുള്ളത്. ആ റെക്കോർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ആ റെക്കോർഡ്. നമ്മുടെ ഈ മാരിയമ്മ മഹോത്സവം ഇത്രയും ഗംഭീരമാക്കണമെങ്കിൽ നല്ല വാളണ്ടിയേഴ്സ് വേണം. കാരണം വെച്ചാൽ ഇത്രയും താലപ്പൊലിയാണ് നമ്മുടെ അമ്മമാര്, കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഗണപതി അമ്പലത്തിൽ നിന്നാണ് ഈ താലപ്പൊലി വരുന്നത്. ഈ ഗണപതി അമ്പലത്തിൽ നിന്ന് താലം എടുത്ത് മാരിയമ്മ ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ അമ്മമാർക്കും ഓരോ കുട്ടികൾക്കും ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ള ഒരുപാട് വാളണ്ടിയേഴ്സ് ആണ്. അവർക്കാണ് നമ്മൾ ആദ്യം തന്നെ നന്ദി പറയുന്നത്. നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രൊട്ടക്ഷനാണ് ഈ ഓരോ വാളണ്ടിയേഴ്സും നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ ബത്തേരി ഗണപതിവട്ടം നഗരത്തിൽ കൊടുക്കുന്ന ഇന്നേ ദിവസം. അതാണ് ഈ മാരിയമ്മ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഗണപതിവട്ടം മഹാഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന താലപ്പൊലി, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള താലപ്പൊലി നഗരപ്രദക്ഷിണം നടത്തി മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഇതുണ്ട്. പോലീസും അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വാളണ്ടിയേഴ്സ്, ഈ വാളണ്ടിയേഴ്സ് ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു താലപ്പൊലി നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിലെ സ്ഥിതിഗതികൾ എന്താണെന്നൊക്കെ നോക്കാം. അപ്പൊ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് മഹാഗണപതി ക്ഷേത്രത്തിൽ എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ വേൾഡ് റെക്കോർഡായിട്ടുള്ള താലപ്പൊലി ഇവിടുന്ന് അറേഞ്ച് ആവാൻ പോലെ അതിനുള്ള താലപ്പൊലികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന പൂത്താലങ്ങൾ. ഒരുപാട് അമ്മമാര്, കുമാരിമാര്, ഭക്തജനങ്ങൾ, ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് നമുക്ക് ഗണപതി വട്ടം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു സായാഹ്നത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അതുകൊണ്ട് കയറാൻ കഴിയില്ല, അത്രയും ഭക്തജന പ്രവാഹമാണ്. ഇപ്പൊ ദീപാരാധന സമയമാണ്. നട തുറന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഈ ഓരോ താലങ്ങളിലേക്കും അഗ്നിനാളങ്ങൾ കൊളുത്തി നമ്മൾക്ക് ഈ നഗരപ്രദക്ഷിണം നടത്തി എല്ലാ വർഷത്തേക്കാളും പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ നമ്മുടെ ഈ മാരിയമ്മയുടെ മഹോത്സവം ഇന്ന് ആഘോഷിക്കാൻ എത്തിയ ഭക്തജനങ്ങളാണ്. നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ വർഷത്തേക്കാളും പ്രത്യേകതയുള്ള ഒരു മഹോത്സവം തന്നെയാണ്. വേൾഡ് റെക്കോർഡാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ഗണപതിവട്ടം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മള് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ആണ് കാണാൻ കഴിയുന്നത്. അതിന്റെ പിന്നിലായിട്ട് പഞ്ചവാദ്യ മേള, അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങൾ കാണാം. അതിന്റെ പിന്നിലായിട്ട് നമുക്ക് കേന്ദ്ര ഭാരവാദികളെ കാണാൻ കഴിയുന്നതാണ്.
അതിനൊപ്പം തന്നെ അതിന്റെ തൊട്ട് പിന്നിലായിട്ട് വാദ്യമേള അകമ്പടിയോട് കൂടി തന്നെ നമ്മുടെ താലം ഇവിടെ എഴുന്നള്ളി എന്നുള്ളതാണ്. കേട്ടോ, കുമാരിമാരും അമ്മമാരും അതുപോലെ ഭക്തജനങ്ങളും എല്ലാം 7 ദിവസത്തിൽ കൂടുതൽ വ്രതശുദ്ധിയോട് കൂടിയാണ് ഓരോ അമ്മമാരും ഇവിടെ താലം എടുത്തിരിക്കുന്നത്. ഗണപതി വട്ടം നഗരമാകെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തോടു കൂടിയാണ് ഈ സായാഹ്നം നമ്മളെ വരവേറ്റിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാലും മതി വരില്ല. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളാണ് നമ്മുടെ ഈ മാരിയമ്മയുടെ മഹോത്സവം കൊണ്ടാടാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോ താലം ഇറങ്ങിയിട്ട് ഇപ്പൊ സമയം അരമണിക്കൂർ കഴിഞ്ഞു. 7 മണിക്ക് തന്നെ നമ്മുടെ എഴുന്നേറ്റ് ഇറങ്ങിയെങ്കിലും നമ്മൾ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ താലം മുഴുവൻ തുടങ്ങിയിട്ടുണ്ട്. താലം തുടങ്ങുന്നുള്ളൂ. ഇവിടുന്ന് നമ്മള് ഗണപതി വട്ടം നഗര പ്രതിഷ്ഠ നടത്തിയാണ് നമ്മളെ മാരിയമ്മൻ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നത്. ഏകദേശം അങ്ങനെ നോക്കിയാൽ ഒരു 10 മണി കഴിയും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഭാര്യമാര് അമ്മമാരൊക്കെ താലം എടുക്കാൻ ഉള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ കാത്തിരുന്നത്. അവര് സജ്ജമായിക്കൊണ്ട് ഗണപതി അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവരെയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടുത്തെ വാളണ്ടിയേഴ്സ് മറ്റു ഭാരവാഹികളൊക്കെ അഹോരാത്രം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴും നമ്മുടെ ഗണപതി അമ്പലത്തിൽ നിന്ന് താലപ്പൊലി എഴുന്നള്ളുന്നത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരിയും പനിനീരിന്റെ ഒക്കെ ഒരു സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ സായാഹ്നത്തിൽ നമ്മുടെ ഗണപതി വട്ടം നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയാം. ഈ താലപ്പൊലി എടുക്കുന്നതിന്റെ പിന്നിലായിട്ട് വാളണ്ടിയേഴ്സിന്റെ വലിയൊരു ചങ്ങല തന്നെ നമുക്കിവിടെ കാണാം. കാരണം ഇത് ഭേദിച്ചുകൊണ്ട് ഒരു കാഴ്ചക്കാരും ഇതിനുള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ അമ്മമാർക്ക് കുമാരിമാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് യാതൊരു വിധ ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. അത്രയും പ്രൊട്ടക്ഷനാണ് ഇവിടുത്തെ ഓരോ വാളണ്ടിയേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും മതി വരുന്ന സുഹൃത്തുക്കളെ, കണ്ണെത്താത്ത ദൂരത്തോളം നമ്മളുടെ താലപ്പൊലി ഏന്തിയ കുമാരിമാരെ അമ്മമാരെ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുവരെ നമ്മുടെ ഗണപതി അമ്പലത്തിൽ നിന്ന് താലപ്പൊലി ഇറങ്ങി തീർന്നിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയാലും ഗണപതി വട്ട നഗരത്തെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് മാരിയമ്മയുടെ എഴുന്നള്ളത്ത് പോകുന്ന ഒരു കാഴ്ച അത് പറഞ്ഞാലും മതി വരില്ല സുഹൃത്തുക്കളെ. ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ താലപ്പൊലി ഈ എഴുന്നള്ളത്ത് ഇറങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. ഈ ഏകദേശം ഒരു 30% പോലും താലം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയുമുണ്ട് ഒരുപാട് താലം നമ്മുടെ ഗണപതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏകദേശം 1.5 കിലോമീറ്റർ നമ്മൾ പിന്നിട്ട് നിൽക്കുമ്പോഴും ഈ ഒരു താലപ്പൊലിയുടെ വ്യാപ്തി എത്രയാണെന്നൊന്ന് മനസ്സിലാക്കി നോക്കൂ. മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മളുടെ ഈ താലത്തിന്റെ എഴുന്നള്ളത്തിന്റെ ആദ്യ ഭാഗം മാരിയമ്മയുടെ ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല, ഇനി ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അവിടെ വേണ്ടി വരും നമ്മുടെ താലം കംപ്ലീറ്റ് ആയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറി. നമ്മുടെ മാരിയമ്മ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന കാഴ്ചയാണ്. അപ്പൊ നമ്മുടെ ഗജവീരന്മാരുടെ തൊട്ട് മുൻപിലായിട്ട് ഒരുപാട് കോമരങ്ങളുണ്ട്. അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരുപാട് കോമരങ്ങള്, നമ്മുടെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന. നീണ്ടു നിന്ന ആ വലിയ പ്രദക്ഷിണം, അതായത് മാരിയമ്മയുടെ മഹോത്സവത്തിന്റെ അവസാന ഭാഗം താലമേന്തിയ കുമാരിമാരടക്കം അമ്മമാരടക്കം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരടക്കമുള്ള ആ ഒരു ക്ഷേത്ര മഹോത്സവത്തിന്റെ ആ ഒരു എഴുന്നള്ളത്ത് ഇതാ നമ്മുടെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉത്സവത്തിന്റെ മറ്റ് ചില കാഴ്ചകളിലൂടെ നമുക്ക് കാണാം. ഈ ഉത്സവം ആഘോഷിക്കാനായി എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പ്രദേശവാസികൾ. അവിടെ പായ തലേനൊക്കെ ആയിട്ട് വന്ന്
ഇതവിടെ കിടന്നുറങ്ങി ബാക്കി സമയം പരിപാടികൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു വലിയൊരു കാഴ്ചയും കൂടെ നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ കാണാൻ കഴിയുന്നുള്ളത്. രാത്രി പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങി പുലർച്ചെ 5 മണിക്ക് തന്നെ കനലാട്ടം ആരംഭിച്ചു. അതിനുള്ള കനലുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഗുരുസി വെള്ളം തലയിലൂടെ ഒഴിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ, ഇതിന് എത്രയോ ദിവസം നോയമ്പൊക്കെ എടുത്തിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഈ ഗുരുസിയാട്ടം, അതായത് ആ കനലാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഗുരുസിയാട്ടം ഇവിടെ കാണാൻ കഴിയുക. നമ്മൾ പറഞ്ഞ പോലെ എത്രയോ ദിവസത്തെ നോയമ്പ് വ്രതശുദ്ധിയോടുകൂടി വന്നിട്ടാണ് ഈ ഗുരുസിയാട്ടവും കനലാട്ടവും ഒക്കെ നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഭക്തിപൂർണമായ ഭയാനകമായിട്ടുള്ള ഒരു ട്രഡീഷണലായ ആചാരം തന്നെയാണ് ഈ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ ഈ മഹോത്സവത്തിന്റെ അവസാന ഭാഗമായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പനയോല കൊണ്ട് അടിച്ച് അത് പൂർണ്ണമായിട്ടും മാറ്റിയതിനു ശേഷം ആ പ്യുവർ കനല് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്ഷേത്ര മഹോത്സവത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് നമ്മുടെ കൊടി ഇറങ്ങുന്ന അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ കൊടിയിറക്കത്തോട് കുമ്പെഴുന്നള്ളത്തിന് കരകെഴുന്നള്ളത്തിന് ആ അലങ്കാരങ്ങളെല്ലാം അഴിച്ചു മാറ്റുന്ന ഒരു കാഴ്ച കൊടിയിറക്കത്തിന് ശേഷം നമുക്ക് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് കാണാൻ കഴിയും. നമ്മുടെ ഈ കനലാട്ടം നടന്ന സ്ഥലമുണ്ടല്ലോ, അതിന് അരികിലായിട്ട് തന്നെയാണ് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ചാർത്തിരിക്കുന്ന ഈ പൂമാലകള്, ഈ അലങ്കാര വസ്തുക്കളൊക്കെ ഭക്തജനങ്ങൾ അവരുടെ വാഹനങ്ങൾ അലങ്കരിക്കാനും അല്ലെങ്കിൽ പൂജാമുറികളിൽ വെക്കാനൊക്കെ ആയിട്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വാങ്ങാനായിട്ട് വന്നിരിക്കുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവരവരുടെ വാഹനങ്ങളിലും പൂജാമുറിയിലും ഒക്കെ ചാർത്താനായിട്ട് മാർച്ച് 4 പുലർച്ചയോട് കൂടി പുലർച്ചെ 6:30 6:00 കൂടി ഭക്തജനങ്ങളെല്ലാം ഈ ഉത്സവ പറമ്പിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമായ ഉത്സവം പങ്കുചേരാനും കൊണ്ടാടാനൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ മാരിയമ്മയുടെ മഹോത്സവം എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടില്ലേ? കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെയാണ് ഈ വർഷവും നമ്മൾ മാരിയമ്മയുടെ തിരുസന്നിധിയിൽ ഗണപതി വട്ടത്തെ ഗംഭീരമാക്കിക്കൊണ്ട് നമ്മൾ ഈ മാരിയമ്മ മഹോത്സവം നടത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ താലത്തിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ അടുത്ത വർഷത്തെ താലം എടുക്കാനായിട്ട് ഇപ്പോഴേ തയ്യാറാകുക എന്ന് പറഞ്ഞുകൊണ്ട് മാരിയമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ കണ്ട എല്ലാ ഭക്തജനങ്ങൾക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത
സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.